എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കോഴിക്കോട് പോകുന്നുണ്ട്, ബേപ്പൂർ ഫെസ്റ്റ്. അപ്പോൾ നമ്മൾ കുറേ വിചാരിക്കുന്ന പോകണം. അപ്പം നമ്മൾ ഇന്നാണ് ലാസ്റ്റ് ഡേ. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. സോ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 4 മണി. നമ്മൾ 3 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ പക്ഷേ ലേറ്റ് ആയി 4 മണി. സോ നമ്മളിങ്ങനെ വേഗം ഇറങ്ങാൻ നോക്കുകയാണ്. പിന്നെ ബ്ലോക്കൊക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നമ്മൾ വേഗം പോവാണ്. പിന്നെ ഇന്ന് നമ്മൾ കോഴിക്കോടാണ് വന്നിട്ട് സ്റ്റേ. നാളെ തിരിച്ചു വരുള്ളൂ. സോ നമുക്ക് ഒരു മീറ്റ് കാണാം. അപ്പം ഞങ്ങളിതാ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിനി കോഴിക്കോടേക്ക് മെല്ലെ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആ വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോവുകയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് എൻ്റെ അമ്മമ്മേൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. രാഹുലിൻ്റെ അമ്മമ്മേൻ്റെ വീടാണിത്. അപ്പോൾ അവിടെ പോയി നമ്മൾ വീണ്ടും തിരിച്ചു എന്താ പറയുക, നമ്മളെ മെയിൻ സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ അമ്മമ്മേൻ്റെ അടുത്ത് പോയിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ബേപ്പൂർ ഫെസ്റ്റിൻ്റെ അവിടേക്ക് പോയി. അവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തിരക്ക് നോക്കുമ്പോണ്ട് ആക്ടേഴ്സായിട്ടുള്ള സൗബിൻ, അതുപോലെ തന്നെ നമ്മളെ ബേസിൽ, അങ്ങനെ വിനീത് ശ്രീനിവാസൻ, അവരൊക്കെ ഇതിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് അവരെ മെയിൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ പരിപാടിയും ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഡ്രോൺ ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരുപാട് ഡ്രോൺ വെച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഓരോരോ ഇതിലിങ്ങനെ ഷേപ്പിലേക്ക് ഇങ്ങനെ മാറിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഈ ഒരു വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 10 സംതിങ് വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഫ്രഷായി. പോകുന്ന തിരക്കിൽ ബെഡും കാര്യങ്ങളൊക്കെ ഒരുമാതിരി ആക്കിയിട്ട് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. സോ അതാണ് നമ്മളെ നെക്സ്റ്റ് ടാസ്ക്. പിന്നെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ള ഈ ഒരു ലഗേജ് ഇതുവരെ ഞാൻ കാലിയാക്കിയിട്ടില്ല. ഇതിലുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, റെഡിയാക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ ഇന്നലെ തുടച്ചതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേഗം നമുക്ക് അടുത്ത കാര്യം നോക്കാം. ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂമൊക്കെ സെറ്റായിട്ടുണ്ടല്ലേ. എനിക്ക് ആ ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് മാറ്റിയില്ല, അത് നമുക്കിനി ചെയ്യണം. ബാക്കിയൊക്കെ നമ്മൾ സെറ്റായിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് അമ്മമ്മേൻ്റെ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അങ്ങനെ ഞാൻ നമ്മൾ ഈ ഒരു റാഗിയും പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാഹുലിനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നന്നായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. വൈറ്റമിൻസിൻ്റെ ഇതിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ കഴിക്കുകയാണ്.
ഹസ്ബൻഡ് ഇങ്ങോട്ടൊക്കെ ഫുഡ് കഴിക്കാം. സമയം 12:15 പക്ഷെ ഭയങ്കര വിശക്കുന്നില്ല. ഇവിടെ മിസ്റ്റർ ഒരു പൂച്ചയുണ്ടല്ലോ ഒരു പ്രാവശ്യം മീൻ കൊടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിൽക്കും, ഫോക്കസ് ആവുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ ടേബിളിൽ നിരത്തി വെക്കാതെ എല്ലാം നമ്മൾ ബുഫേ പോലെ എല്ലാം അപ്പം എടുത്തിട്ട് ടേബിളിൽ പോയിരുന്ന് കഴിക്കലാണ്. അപ്പം ഞാനും രാഹുലും കൂടി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ, അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ലീവായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇന്ന് ലീവ് എടുത്തത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ മേലേക്ക് വന്നു. രാഹുലാണെങ്കിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ മേലെ വന്നിട്ട് ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ മൂവിയൊക്കെ കണ്ടു. പിന്നെ ഞാനൊരു ഈവനിങ് ആയപ്പോൾ ഞാൻ ഈ ഒരു ബനാന ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ രാത്രിയായി. ഞങ്ങൾ രണ്ടുപേരും റാഗി കഴിച്ചു. പിന്നെ രാഹുൽ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിനി അഗെയിൻ നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഈ ഒരു ആലീസ് ഇൻ ബോർഡർലാൻഡ് ഇതിൻ്റെ സീരീസ് സീസൺ 2 ആയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഇത് കഴിയുന്നവരെ കാണും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.